ഏകദേശം പൂച്ചയുടെ 2-3 ദിവസത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ തന്നെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ പൂച്ചനെയും കാത്ത് പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവളങ്ങോട്ട് ഗുഹയിൽ നിന്ന് ഇറങ്ങണ്ടേ. അവസാനം തലേന്ന് ഞാൻ പൊരിച്ച് വെച്ചിട്ടുള്ള ഒരു അയലക്കഷ്ണം ഉണ്ടായിരുന്നു, വലിയൊരു അയലക്കഷ്ണമാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ആൾ ആ ഗുഹയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എത്ര വിളിക്കുന്നും ആൾ നോക്കുന്നില്ല, കേൾക്കുന്നില്ല. ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ആളുടെ അമ്മ പെട്ടെന്ന് അവൾ എടുക്കുമോ എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് വെള്ളം ഇളക്കിയതിന് ശേഷം ആൾ തിരിച്ചങ്ങോട്ട് വേഗം ഗുഹയ്ക്ക് തന്നെ കയറാൻ വേണ്ടി ആൾ നോക്കുക കേട്ടോ. ആളെ നമ്മൾ പിടിക്കാൻ പോകുമ്പോൾ ആളങ്ങോട്ട് ഓടി ഗുഹേൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഏകദേശം നമ്മുടെ ഒരു കൈപ്പത്തിയുടെ വീതിയിൽ മാത്രമേ ആ ഒരു കുഴിയുള്ളൂ, അതും ഒരുപാട് നീളത്തിലുള്ളത്. അതുകൊണ്ട് ആൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളെ എടുക്കാൻ പറ്റുന്നില്ല. ഒന്നില്ലെങ്കിൽ ആൾ അതിൽ കയറാതിരിക്കണം, അതിന് ആൾ ക്ഷീണിക്കുക തന്നെ വേണം. ഇപ്പം കണ്ടില്ലേ, ആളിപ്പോൾ ഞാൻ ഭക്ഷണം കൊടുത്തതും ആൾ കയറി. അമിത് നോക്കി നിൽക്കുന്നുണ്ട്. അതിന് പുറമെ പുറത്ത് നിൽക്കുന്ന അവളുടെ പാരൻസിനോട് ഇപ്പോൾ എടുത്ത് തരേട്ടാ പൂച്ചക്കുട്ടീനെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് കണ്ടിട്ടാളാവാ പറയണത്. കാരണം ഞങ്ങൾ മാക്സിമം എടുക്കാൻ നോക്കുന്നുണ്ട്, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോഴേക്ക് ആൾ ആ ഗുഹയ്ക്ക് പോയിട്ടുണ്ട്. ആൾ പുറത്തിറങ്ങുകയാണെങ്കിൽ മാത്രമേ ഈ കിണറ്റിലിറങ്ങുന്ന ആൾക്കാർക്ക് അതിനെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അവർ തവണ വീണ്ടും വന്ന് നോക്കി, ആളിറങ്ങിയില്ല, അവർ തിരിച്ചു പോയി. വീണ്ടും രാത്രി ഞങ്ങൾക്കൊരു ചെറിയൊരു പ്രതീക്ഷ, ആൾ കരയുന്നത് കേട്ടപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ട്, അപ്പോൾ ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾ കൊട്ടയൊക്കെ കെട്ടി ഭക്ഷണമൊക്കെ വെച്ച് നിന്നു. പക്ഷേ എവിടെ ആൾ കയറാനാണ്, ആൾ കയറുന്നില്ല കേട്ടോ. ആൾ അപ്പുറത്തെ സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. ആൾ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പക്ഷേ ആ ശബ്ദത്തിൻ്റെ പേടിയും ഞങ്ങളുടെ സൗണ്ടിൻ്റെ പേടിയൊക്കെ കൊണ്ട്, വെള്ളത്തിൻ്റെ പേടിയൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും, ആളെ കിട്ടുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതിനായി ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശങ്കരിയും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വല്ലാത്തൊരു സഹായമായി പോയി കേട്ടോ. പക്ഷേ ഞങ്ങൾ കാര്യമായിട്ട് എന്തോ പരിപാടി എടുക്കാമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ കൂടെ തന്നെ ആൾ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവസാനം നേരെ അങ്ങോട്ട് പോയി അപ്പുറത്തെ സൈഡിലേക്ക് ആളെ മാറ്റുക. കാരണം പൂച്ചക്കുട്ടിനെ എടുക്കാൻ വേണ്ടി പറ്റണ്ടേ. ഇനിയും ഞങ്ങൾ ശങ്കരിനെ ഇവിടെ വെച്ചൊരു പക്ഷേ ഇനി ഇവളെടുക്കാൻ വേണ്ടി വേറൊരാൾ ഇറങ്ങേണ്ട ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക കേട്ടോ. അങ്ങനെ അന്നും ഞങ്ങൾ ശ്രമിച്ചു, ആളെ കിട്ടിയില്ല. കൊട്ട അവിടെ വെച്ചു, ആളെ കിട്ടില്ല. പിറ്റേ ദിവസം ആ പൂച്ചക്കുട്ടി ഏകദേശം ക്ഷീണിച്ചു എന്ന് മനസ്സിലായി. കാരണം ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോകാത്തത് കണ്ടപ്പോൾ വേഗം കുഞ്ഞിനേട്ടൻ കിണറ്റിലേക്ക് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയതും ആ ക്ഷീണം ആ കാണിക്കലിന് മാത്രമേ ഉള്ളൂ. ആളൊരു ഒറ്റ ഓട്ടമായിരുന്നു. അവസാനം ഏതോ ഒരു ഭാഗ്യത്തിന് വാലിമ്മ ആളെ കിട്ടിയപ്പോൾ ചാക്കിൽ അങ്ങോട്ട് ഇട്ടു കേട്ടോ. ചാക്ക് നേരെ പൊന്തിച്ചിട്ട് പുറത്തേക്ക് തട്ടാൻ നിന്നു. ഞാൻ തുറക്കാൻ നിന്നപ്പോൾ എനിക്ക് ചെറിയൊരു പേടി കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയില്ലാത്തത് ഇപ്പം എൻ്റെ 4 മക്കളെ മാത്രമാണ് കേട്ടോ. ബാക്കി എല്ലാവരും എനിക്ക് പേടിയാണ്. അവസാനം ഷാഫിക്കാക്ക വന്നതിനെ തുറന്നു വിട്ടതും നേരെ അങ്ങോട്ട് ഓടി നേരെ പോയതൊരു കുഴിക്കും. ഭഗവാനെ, അതും ഏതോ ഒരു പെരിച്ചായി കുഴിച്ചിട്ട കുഴിയായിരുന്നു കേട്ടോ. സത്യം കഷ്ടമായി പോയെന്ന് തോന്നി. ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ട് കുഴീൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പറ്റിപ്പോയോ എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആൾ അതിൻ്റെ ഫാദറിൻ്റെ കൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം.